ദേശീയ രാഷ്ട്രീയത്തിൽ നിലനിൽപ്പിനായി പാടുപെടുന്ന രണ്ട് പ്രധാന പാർട്ടികളാണ് മുന്നണികളെ നയിച്ചുകൊണ്ട് കേരളത്തിൽ നേരിട്ട് ഏറ്റുമുട്ടുന്നത്. ആ പോരാട്ടത്തിൽ ഇരുപക്ഷത്തും നേർക്കുനേർ നിർത്താവുന്ന നെഞ്ചുറപ്പുള്ള നേതാക്കളും അനവധി. അതിൽ കോൺഗ്രസ് പക്ഷത്തെ ഒന്നാമനൊപ്പമാണ് ഇന്ന് നമ്മൾ, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്ന നേതാവിനൊപ്പം. ശ്രീ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമുള്ള രാഷ്ട്രീയ സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്. ബഹുമാന്യനായ മുഖ്യമന്ത്രി അധികം വൈകാതെ തന്നെ ഇവിടെ എത്തിച്ചേരുകയാണ്. ചെങ്ങന്നൂർ MLA PC വിഷ്ണുനാഥാണ് മാന്നാറിലെ വേദിയിലേക്ക് ആളെ കൂട്ടുന്നത്. തലേ ദിവസത്തെ ഓട്ടപ്പാച്ചിലിന്റെ ക്ഷീണമൊക്കെ മാറ്റിവെച്ച് ജില്ലാ നേതാക്കളും റെഡി. സ്ഥലത്തെ പഴയ MLA ശോഭന ജോർജുമുണ്ട് വേദിയിൽ. നരേന്ദ്രമോദി അധികാരം പിടിച്ചാലുള്ള അപകടങ്ങൾ മുന്നിലിരിക്കുന്നവരെ ബോധ്യപ്പെടുത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് KPCC സെക്രട്ടറി ജോൺസൺ എബ്രഹാം. രാഷ്ട്രീയമായ നിലനിൽപ്പിന് തന്നെ ഭീഷണി ഉയർത്തിയ ഒട്ടേറെ കൊടുങ്കാറ്റുകൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അതിജീവിച്ചാണ് ഉമ്മൻചാണ്ടി എന്ന നേതാവ് വീണ്ടും ഉശിരോടെ രംഗത്ത് വരുന്നത്. സോളാർ കൊടുങ്കാറ്റിന്റെ കേന്ദ്രസ്ഥാനം എന്ന് പറയാവുന്ന ചെങ്ങന്നൂരിലേക്ക് ഉമ്മൻചാണ്ടി എത്തുകയാണ്. മാവേലിക്കര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന് വേണ്ടി വോട്ട് തേടി. സംഗതി തെരഞ്ഞെടുപ്പ് പ്രചാരണമാണെങ്കിലും ഉമ്മൻചാണ്ടിക്ക് എല്ലായിടവും ജനസമ്പർക്ക വേദികളാണ്. നിവേദനങ്ങളും പരിദേവനങ്ങളും പരാതികളുമൊക്കെയായി ഒട്ടേറെ പേർ. ചിലർക്ക് ഒരു വാക്കുമതി, മറ്റു ചിലർക്ക് ഒരു ഷെയ്ക്ക് ഹാൻഡ്, അല്ലെങ്കിൽ ഒരു ചിരി. ആവേശം കൊണ്ട സ്വാഗത പ്രസംഗത്തിന്റെ വാക്കുകൾ അവസാനിക്കുന്നില്ല. പാവപ്പെട്ടവന്റെ സാധാരണക്കാരന്റെ ഹൃദയത്തിൽ ജീവിക്കുന്ന പ്രിയങ്കരനായ ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റിക്ക് വേണ്ടി നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി സഹർഷം ഞാൻ സ്വാഗതം ചെയ്യുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് പേര് സംബോധന ചെയ്യുന്നതിലും സ്വാഗതം പറയുന്നതിലും വളരെയധികം നിയന്ത്രണങ്ങളുണ്ട്. അപ്പൊ ഇവിടെ ഇപ്പം രണ്ട് സ്വാഗതം. UPA രാജ്യത്തുണ്ടാക്കിയ മാറ്റങ്ങൾ ഉയർത്തിക്കാട്ടാനുള്ള ശ്രമം തുടക്കത്തിൽ മാത്രമേ ഉണ്ടായുള്ളൂ. കേരളത്തിലെ രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെയുള്ള കൂരമ്പുകളായിരുന്നു പിന്നീട്. കൊന്നിട്ടും കൊല്ലിച്ചിട്ടും തീരാത്ത പക. ഇതെന്തും രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയമാണോ കേരളം ആഗ്രഹിക്കുന്നത്? മാന്നാറിൽ ഉമ്മൻചാണ്ടി കത്തിക്കയറുമ്പോൾ അങ്ങ് കൊച്ചിയിൽ ഹൈക്കോടതി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പിച്ചു ചീന്തുകയായിരുന്നു. മുൻ ഗൺമാൻ സലീം രാജ് ഉൾപ്പെട്ട ഭൂമി തട്ടിപ്പ് കേസ് CBIക്ക് വിട്ടുകൊണ്ട് കോടതി നടത്തിയ പരാമർശങ്ങൾ അറിഞ്ഞതോടെ പ്രതികരണം തേടിയുള്ള മാധ്യമപ്രവർത്തകരുടെ തിക്കും തിരക്കും. എല്ലാം വൈകിട്ടെന്ന് മാത്രം പറഞ്ഞ് കാറിലേക്ക്. മാവേലിക്കരയിലേക്കുള്ള യാത്രയിൽ കോടതി പറഞ്ഞത് എന്തൊക്കെയെന്ന് വിശദമായി അറിയാനായി ശ്രമം. കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി കടന്നു വരികയാണ്. മാവേലിക്കര പട്ടണത്തിൽ തന്നെയായിരുന്നു രണ്ടാമത്തെ യോഗം. 200 പേരുണ്ടാകും കേൾക്കാൻ. ഇവിടെയും നിവേദനങ്ങളുടെ ഒഴുക്ക്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ജനസമ്പർക്ക പരിപാടിയുടെ മറ്റൊരു തലമാണ് പ്രചാരണം. ജനസമ്പർക്ക പരിപാടിയുടെ ഗുണഫലങ്ങൾ ലഭിച്ച ഒട്ടേറെ പേർ ഇത്തരം പ്രചാരണ പരിപാടികളെ സജീവമാക്കുന്നുണ്ട്. സംസ്ഥാന തലത്തിൽ സംസ്ഥാന ഗവൺമെന്റും ഈ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തപ്പെടും, യാതൊരു സംശയവുമില്ല.
മാവേലിക്കര വിടുമ്പോൾ മുഖത്ത് നല്ല പിരിമുറുക്കം. കായംകുളത്ത് KPCC ജനറൽ സെക്രട്ടറി CR ജയപ്രകാശിന്റെ വീട്ടിലാണ് ഉച്ചയൂണ്. കയ്യിലുള്ള 3 ഫോണുകളിലേക്കും കോളുകളുടെ ബഹളം. ടെലിവിഷൻ വാർത്തകളിൽ ഹൈക്കോടതി വിഷയം കത്തിക്കാളുകയാണ്. തിരക്കിട്ട പ്രചരണ യോഗങ്ങൾക്കിടെ മുഖ്യമന്ത്രിക്ക് ഉച്ചഭക്ഷണം ഒരുക്കിയിരിക്കുന്നത് കായംകുളത്ത് KPCC ജനറൽ സെക്രട്ടറി CL ജയപ്രകാശിന്റെ വീട്ടിലാണ്. അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അല്പസമയം നമ്മോട് സംസാരിക്കും. CM വളരെ ആത്മവിശ്വാസത്തിലാണ് കഴിഞ്ഞ യോഗങ്ങളിലൊക്കെ പ്രസംഗിക്കുന്നത് കണ്ടത്. കഴിഞ്ഞ 1.5 മാസം മുമ്പ് വരെ കേരളത്തിൽ ഇടതുമുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമുണ്ട് എന്നൊരു പ്രതീതിയാണ് ഉണ്ടായിരുന്നത്. എങ്ങനെയാണ് ഇത്രയും പെട്ടെന്നൊരു തിരിച്ചുവരവ് സാധ്യമായത്? അത് ശരിയല്ല. 3 മാസം മുമ്പ് നടത്തിയ ഒരു സർവേയില് TV ആണെന്ന് തോന്നുന്നു 12 മുതൽ 18 വരെ സീറ്റ് UDF കിട്ടുന്നു. ഇടതുമുന്നണിക്ക് 2 മുതൽ 8 വരെ. കാരണം ഒരു ഗവൺമെന്റ് വിരുദ്ധ വികാരമില്ല. വികസനവും കരുതലും എന്ന മുദ്രാവാക്യവുമായിട്ട് 1000 ദിവസം ഈ ഗവൺമെന്റ് പൂർത്തീകരിച്ചിരിക്കുകയാണ്. വളരെയേറെ കാര്യങ്ങൾ ഗവൺമെന്റിന് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് പരാതികളുണ്ട്, പരിഭവങ്ങളുണ്ട്. പക്ഷേ ഗവൺമെന്റിനോടുള്ള ഒരു എതിർ വികാരമില്ല. അതിലുപരി മാർക്സിസ്റ്റ് പാർട്ടിയുടെ അക്രമ രാഷ്ട്രീയത്തിൽ ജനങ്ങൾ മടുത്തിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് അക്രമത്തിനെതിരായിട്ടുള്ള ജനങ്ങളുടെ ഒരു വിധിയെ കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന ഗവൺമെന്റിനെ വിലയിരുത്താം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതിനെ ശ്രീ പിണറായി വിജയൻ എതിർത്തത്. കാരണം സംസ്ഥാന രാഷ്ട്രീയം ചർച്ചയ്ക്ക് വന്നാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ അക്രമ രാഷ്ട്രീയത്തിന് മേൽക്കൈ കിട്ടും, അതായിരിക്കും മുഖ്യമായ ചർച്ചാ വിഷയമാകുന്നത് എന്ന് അവര് ഭയപ്പെടുന്നു. ഈ കേരളത്തിലെ വിഷയങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് ചർച്ച കൊണ്ടുവരുന്നത് കേന്ദ്ര സർക്കാരിന്റെ പരാജയവും അതുപോലെ തന്നെ അഴിമതി ഉൾപ്പെടെയുള്ള ആരോപണങ്ങളും ഇവിടെ ചർച്ചയാകാതിരിക്കാനാണ് എന്ന തരത്തിലുള്ള ഒരു പ്രചാരണം ഉണ്ട്. ഒരിക്കലുമില്ല. കേന്ദ്രത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കേന്ദ്രത്തിന്റെ പ്രശ്നങ്ങൾ ചർച്ചയാകാതിരിക്കും, ഒരിക്കലുമില്ല. പക്ഷേ കേരളത്തിൽ ഇത് രണ്ടും ഒരുപോലെ ചർച്ചാ വിഷയമാണ്. കേരളത്തിൽ ഇപ്പം ഇവിടെ അഴിമതിയെ കുറിച്ച് പറഞ്ഞു, ശരിയാണ്. ചില പ്രധാനപ്പെട്ട അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വന്നു, ചില വിവാദങ്ങൾ വന്നു. പക്ഷെ അതിനകത്ത് കോൺഗ്രസും കേന്ദ്ര ഗവൺമെന്റും എടുത്ത നടപടി എന്താണെന്നുള്ളത് നോക്കണം. ഏതെങ്കിലും ഒരു കേസിൽ അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചു ജനങ്ങളത് നോക്കും, പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ. അപ്പം അഴിമതി ചിലപ്പം സംഭവിച്ചെന്ന് വരാം, തെറ്റുകൾ സംഭവിച്ചെന്ന് വരാം. അതിലെ കുറ്റവാളികളെ സംരക്ഷിച്ചോ ഇല്ലയോ? വളരെ ഉയർന്ന നേതാക്കളായിട്ട് പോലും അവരുടെ സ്ഥാനം തീഹാർ ജയിലെന്ന് ചൂണ്ടിക്കാട്ടിയ നേതൃത്വത്തിന് അഴിമതിക്കെതിരെ സംസാരിക്കുന്ന പലരെക്കാളും ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ സാധിക്കും. ദേശീയ തലത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ എതിരാളികളെ ഏത് തരത്തിലാണ് CM കാണുന്നത്? അവരുടെ സാധ്യതകൾ ഏത് തരത്തിലാണ്? രാഷ്ട്രീയ എതിരാളികളെ ഞാൻ ഒരിക്കലും ചെറുതായിട്ടോ അവരെ ഏതെങ്കിലും വിധത്തിലൊരു വാക്കുപോലും അവർക്കെതിരായിട്ടോ ഉപയോഗിച്ചിട്ടില്ല, ഉപയോഗിക്കാറുമില്ല. ഒരു രാഷ്ട്രീയ ഒരു ഏറ്റുമുട്ടലാണ് തെരഞ്ഞെടുപ്പ്. രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ അവരുടെ നയങ്ങളും പരിപാടികളും വെച്ചുള്ള ഏറ്റുമുട്ടലാണ്. അത് വരുമ്പോൾ ഇപ്രാവശ്യം UDFന് എല്ലാ അർത്ഥത്തിലും ഒരു മുന്നേറ്റത്തിനൊരു അവസരം ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിലുപരിയായിട്ടാണ് സ്ഥാനാർത്ഥി നിർണയത്തിലും സീറ്റ് വിഭജനത്തിലും എല്ലാം UDF ആണ് ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചത്. LDFന് RSP വിട്ടുപോരേണ്ടി വന്നു. ഇന്നിപ്പോ അവർ RSPയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അവരുടെ മുന്നണിയിൽ തന്നെ CPI ആദ്യം കുറ്റപ്പെടുത്തിയത് CPM-നെ RSP പ്രശ്നം കൈകാര്യം ചെയ്തതിൽ CPM-ന് തെറ്റുപറ്റി. എത്ര
ഒരു സീറ്റാണ് UDF ഒരു റിയലിസ്റ്റിക് എസ്റ്റിമേറ്റ് പ്രതീക്ഷിക്കുന്നത്? ഞാനിപ്പം സീറ്റുകളുടെ എണ്ണത്തെ കുറിച്ച് പറഞ്ഞൊന്നും ഒരു പ്രവചനത്തിന് ഞാൻ തയ്യാറാകുന്നില്ല. പക്ഷേ 20 സീറ്റിലും UDF പ്രവർത്തകർ തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. ഈ ആരോപണങ്ങൾ പലതരത്തിൽ വന്നിട്ടുണ്ട്, രാഷ്ട്രീയമായി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വ്യക്തിപരമായി ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഇതിനെല്ലാം അപ്പുറത്തേക്ക് ചില ഭരണഘടനാ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വിമർശനങ്ങളെ ഏത് വിധത്തിലാണ്? ഇന്നിപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് പലതരത്തിലുള്ള വിമർശനങ്ങൾ സോളാർ കേസുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് സോളാർ കേസുമായും അതുപോലെ മറ്റു ചില കേസുകളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. ആ തരത്തിലുള്ള വിമർശനങ്ങൾ എങ്ങനെയാണ് കൈകാര്യം? അതിനെ ഞാൻ തുറന്ന മനസ്സോടുകൂടിയാണ് ഞാൻ കാണുന്നത്. നമുക്കൊന്നും മറച്ചു വെക്കാനില്ല. ഏത് അന്വേഷണത്തിനും തയ്യാറാണ്. ഞാൻ നിയമസഭയിൽ ഈ പ്രശ്നം വന്നപ്പോൾ തന്നെ പറഞ്ഞു, ഏത് അന്വേഷണം തയ്യാറാണ്. പക്ഷെ ഒറ്റ കണ്ടീഷൻ പറഞ്ഞു, ഈ കേസ് അന്വേഷണം പൂർത്തിയാക്കണം. കാരണം ഇടതുപക്ഷത്തിന്റെ കാലത്ത് ഇതേ ആക്ഷേപം വന്നത് അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. ഇപ്പൊ കോടതി വിധി CBIക്ക് വിടാനാണ്. CBIക്ക് വിടാൻ ഗവൺമെന്റിന് ഒരു വിരോധവുമില്ല എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു കോടതിയിൽ. അതാണിപ്പം വന്നിട്ടുള്ളത്. ഇപ്പൊ അതിനകത്ത് എന്തുകൊണ്ട് നീ ഈ കാര്യങ്ങൾ CBI അന്വേഷിക്കണം, ആയിക്കോട്ടെ. അപ്പം നമുക്ക് കുറ്റം ചെയ്ത ഒരാളെയും രക്ഷിക്കത്തില്ല, രക്ഷിക്കാൻ നമുക്ക് ആഗ്രഹമില്ല. ഇത് രാഷ്ട്രീയമായി പ്രതിപക്ഷം ഉപയോഗിക്കാൻ തുനിയുകയാണെങ്കിൽ, ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ മധ്യത്തിൽ തുനിയുകയാണെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യും. ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഇതിപ്പം കഴിഞ്ഞ ജൂൺ മാസം തൊട്ട് എന്നെ വളഞ്ഞിട്ടടിക്കുകയാണല്ലോ. വഴി തടയുന്നു, ഉപരോധിക്കുന്നു, കരിങ്കൊടി കാണിക്കുന്നു, കല്ലെറിയുന്നു, ആക്ഷേപങ്ങളും ആരോപണങ്ങളും ചൊരിയുന്നു. പക്ഷേ ഞാന് അവരോട് പറഞ്ഞ ഒരു കാര്യത്തിൽ അവരാരും ഇതുവരെ വേണ്ടിയിട്ടില്ല. ഈ ഇടപാടിൽ ഗവൺമെന്റിന് 100 രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഈ ഇടപാടിന് ഈ കുറ്റം ചെയ്തവർക്ക് ഗവൺമെന്റിൽ നിന്നും 1 രൂപയുടെ ആനുകൂല്യം നേടിക്കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ആവർത്തിച്ചു. അവർക്കൊന്നും പറയാനില്ല. പിന്നെ രാഷ്ട്രീയമായിട്ട് അവര് ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുക, അത് അവർക്ക് തന്നെ തിരിഞ്ഞു. കാരണം ഇതിനകത്ത് എന്തെങ്കിലും ശരിയുണ്ടെങ്കിൽ ജനങ്ങൾ എന്നെ പിടിക്കും, വെറുതെ വിടത്തില്ല, യാതൊരു സംശയവുമില്ല. പക്ഷേ ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെയാണ് ഇത് ചെയ്തതെങ്കിൽ നിശ്ചയമായും ജനങ്ങൾ അതിനോട് പ്രതികരിക്കും. എനിക്കിതേ പറയാനുള്ളൂ. എൻ്റെ ശക്തി എന്ന് പറയുന്നത് എൻ്റെ മനസ്സാക്ഷിയുടെ ശക്തി. കഴിക്കാനിരിക്കും മുമ്പ് ചില സന്ദർശകർ കൂടി വന്നു. കഴിഞ്ഞ വിഷുവിന് കൊന്നപ്പൂ ഒരുക്കാൻ കയറി മരത്തിൽ നിന്ന് വീണ കുട്ടിയുടെ തുടർ ചികിത്സയ്ക്ക് സഹായം വേണം. ഉറപ്പ് നൽകി ഊണിനായി അകത്തേക്ക്. പരിപ്പും പപ്പടവും പാവയ്ക്ക വറുത്തതും സാമ്പാറും പുളിശ്ശേരിയും പൊള്ളിച്ച കരിമീനും കോഴിക്കറിയും മീൻകറിയും ഒക്കെ നിരന്നു. എന്നാൽ മുഖ്യമന്ത്രിക്ക് വെജിറ്റേറിയൻ മതി. തിരഞ്ഞെടുപ്പായാലും തിരക്കായാലും ഭക്ഷണത്തിൽ പ്രത്യേകിച്ച് നിർബന്ധങ്ങളും നിയന്ത്രണങ്ങളുമില്ല. കഴിക്കുമ്പോൾ ഫോണിന് മാത്രം വിശ്രമമില്ല. പിന്നെ അടുത്ത പരിപാടികളെക്കുറിച്ചായി ചർച്ച. പിന്നെ അരിപ്പാട്, പള്ളിപ്പാട്, ഇലയിൽ ഊണ് കഴിക്കാന്ന് പറയുന്നത് വലിയൊരു പ്രിവിലേജാണ് കേട്ടോ. ഊണ് കഴിയാറാകുമ്പോഴേക്കും വീട് നിറയെ ആളുകൾ. മൊബൈലുകളിൽ ഫോട്ടോ എടുക്കാനാണ് കൂടുതൽ തിരക്ക്. എല്ലാവരോടും കുശലം പറഞ്ഞ് പുറത്തേക്ക്. യാത്രക്കിടെ കഴിഞ്ഞ ദിവസം അന്തരിച്ച കോൺഗ്രസ് നേതാവ് EM ഈപ്പന്റെ വീട്ടിൽ കയറി. കുടുംബാംഗങ്ങളെ കണ്ട ശേഷം കറ്റാനത്തേക്ക്. ഫ്ലെക്സ് ബോർഡിലെ ഉമ്മൻചാണ്ടി പോലും മുഖം ചുളിക്കുന്ന വെയിലാണ് സ്ഥലത്ത്.
തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആർക്കെങ്ങനെ പറയുവാൻ കഴിയും? ആ വിശ്വാസരാഹിത്യം കൊണ്ടാണ് കേരളത്തിലെ സർക്കാരിനെതിരെ നടത്തുന്ന സമരങ്ങൾ ജനങ്ങൾ കൈയൊഴിയുന്നത്. ഇനിയും വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അത്രയും സമയം നമ്മുടെ വോട്ടുകളെല്ലാം പോള് ചെയ്യിക്കാനുള്ള സമയം. ഹരിപ്പാട്, പള്ളിപ്പാട്, എടത്വ വഴിയാണ് അമ്പലപ്പുഴയിലെത്തിയത്. തരക്കേടില്ലാത്ത ജനം. നേരം വൈകുന്തോറും യോഗങ്ങൾക്ക് ആള് കൂടുന്നുണ്ട്. കൂടുതൽ വോട്ട് പോള് ചെയ്താൽ കൂടുതൽ വോട്ട് ഭൂരിപക്ഷവും ഉണ്ടാകും. ആലപ്പുഴയിൽ മീറ്റ് ദ പ്രസിന് എത്താനുള്ള സമയം പിന്നിട്ടു. ഇനി അല്പം വേഗം വേണം. ദേശീയപാതയിൽ വേഗപരിധി കടക്കാനുമാകില്ല. ഏതായാലും 6 മണിയോടെ പ്രസ് ക്ലബിലെത്തി. രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം മുറവിളി കൂട്ടുന്നതിനിടെ മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം അഭ്യൂഹങ്ങൾക്ക് വഴിവെച്ചിരുന്നു. നിങ്ങളെല്ലാം ഇന്ന് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് ഇന്നത്തെ കോടതിയുടെ വിധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കുള്ള റിയാക്ഷൻ. എന്നെ വിമർശിക്കുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഒന്ന് ആരാൻ്റെ, എനിക്കൊരു പരാതിയില്ല കേട്ടോ, ഞാൻ ഒരിടത്തും പരാതിപ്പെടാനും പോകുന്നില്ല. അപ്പോൾ ഇത്രയും രൂക്ഷമായ രീതിയിൽ, അങ്ങ് നിങ്ങൾ ചോദിച്ച ചോദ്യമാണെങ്കിൽ രൂക്ഷമായ രീതിയിൽ വിമർശിക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനൊരു അവസരം എന്താണ് എന്നുള്ളത് പറയാൻ അവസരം വേണ്ടേ? വന്നിട്ടില്ല. കടുത്ത പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിച്ചവരെ നിരാശരാക്കി 1 മണിക്കൂർ വാർത്താസമ്മേളനം. തൊട്ടടുത്താണ് ആലപ്പുഴയിലെ യോഗസ്ഥലം. കാറുപേക്ഷിച്ച് അവിടേക്ക് ഒറ്റ നടത്തം. ശ്രമങ്ങൾക്കെതിരെ അതിശക്തമായ ഈ തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന തെരഞ്ഞെടുപ്പ്, കേരളത്തിലെ ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങളുടെ കോടതി പരാമർശങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വെച്ചായിരുന്നു ആലപ്പുഴയിലെ വോട്ട് തേടൽ. നരേന്ദ്രമോദിയെയും മൂന്നാം മുന്നണിയും ആക്രമിക്കുമ്പോൾ കേട്ടുനിന്നവർക്കും ആവേശം. യാതൊരു കടപ്പാടും രാജ്യത്തോടില്ലാത്തവർ, എങ്ങനെയും അധികാരം എടുക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവർ, അവരുടെ കൈകളിൽ ഒരിക്കലും രാജ്യം സുരക്ഷിതമായിരിക്കും. പിന്നെ ചേർത്തലയ്ക്കുള്ള വഴിയിൽ ഞങ്ങളും ഒപ്പം കൂടി. ഈ ഓരോ യോഗത്തിലുള്ള പ്രതികരണങ്ങൾ കാണുമ്പോൾ ആത്മവിശ്വാസത്തിൽ എന്തുമാത്രം വർധന വരുന്നു? അത് നിശ്ചയമായിട്ടും പൂർണ്ണ ആത്മവിശ്വാസമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. ഇനി ഞങ്ങൾ ശ്രമിക്കുന്നത് മുഴുവൻ വോട്ടുകളും പോൾ ചെയ്യിക്കുക എന്നുള്ള നിലയ്ക്കാണ്. ആ കാര്യത്തിലും ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് വിജയിക്കണം എന്ന് മാത്രവുമല്ല, അടുത്ത ആഴ്ചയോടുകൂടി കുറേ കൂടി ചിത്രം വ്യക്തമാകും. ആലപ്പുഴയിലെ സമ്മേളനത്തിൽ നരേന്ദ്രമോദിയെക്കുറിച്ച് സംസാരിച്ചു. നരേന്ദ്രമോദിയുടെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന BJP മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രചാരണ രീതിയും അവരുടെ ഒരു ശൈലിയും ഏത് വിധത്തിലാണ് കാണുന്നത്? കാരണം ഇന്ത്യയിൽ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഒന്നും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ളൊരു പ്രചാരണ ശൈലിയാണ് അവരുടേത്. കേരളത്തിൽ അതുകൊണ്ടൊന്നും ഒരു പ്രതികരണവും അവർക്കുണ്ടാവില്ല. അവർക്ക് യാതൊരു വിധത്തിലും കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ സാധിക്കില്ല. ഒരു രാഷ്ട്രീയമായ ഒരു മുന്നേറ്റവും ഉണ്ടാവില്ല. ദേശീയ തലത്തിലെ കാര്യം, ദേശീയ തലത്തിലേത് എനിക്കിപ്പം പൂർണ്ണമായിട്ട് പറയാൻ സാധിക്കില്ല. പക്ഷേ മുന്നണി ബന്ധങ്ങൾ ശരിയായ രീതിയിൽ ആകാത്ത സംസ്ഥാനങ്ങൾ ഒഴികെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പ്രചരണം മുന്നോട്ട് വരുമ്പം കോൺഗ്രസിൻ്റെ നില മെച്ചപ്പെടുക തന്നെ ചെയ്യും. കഴിഞ്ഞ ദിവസം ദേശീയ ടെലിവിഷൻ ചാനലുകളിലൊന്നും നടത്തിയ ഒരു സർവേയിൽ കേരളത്തിൽ അരവിന്ദ് കെജ്രിവാളിന് 6% പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണ, അതുപോലെ നരേന്ദ്രമോദിക്ക് 22% പിന്തുണ.
രാഹുൽ ഗാന്ധിക്ക് 52% പിന്തുണ. അപ്പോൾ രാജ്യത്ത് മറ്റ് സ്ഥലങ്ങളിൽ നടത്തിയ പല പോളുകളിലും വരുന്നതിന് നേരെ വിപരീതമായിട്ടാണ് കേരളത്തിലെ ഒരു നില നിൽക്കുന്നത്. മുമ്പ് പലപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ അങ്ങനെയെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കേരളത്തിലെ നേതാക്കൾ ഉയർത്തിക്കാട്ടുന്ന പോലെയെങ്കിലും ദേശീയ തലത്തിൽ വരാത്തത്? അല്ല, പിന്നെ UPA-യുടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ള പിന്നെ നേതാവ് രാഹുൽ ഗാന്ധി തന്നെയാണ്. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുപ്പിന് മുമ്പ് സാധാരണ രീതിയിൽ കോൺഗ്രസ് വോട്ട് വെക്കത്തില്ല എന്നുള്ളത് കൊണ്ട് വെച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് യാതൊരു സംശയവുമില്ല തിരഞ്ഞെടുപ്പ്. ചേർത്തല ടൗണിലെ വിശാലമായ ഗ്രൗണ്ടിൽ നല്ല ജനക്കൂട്ടം. മുഖ്യമന്ത്രിക്കും ആവേശം. പിണറായി വിജയന്റെ പോക്കറ്റിൽ കേരളത്തിലെ 15 സീറ്റ് കടന്നു. ആ 15 സീറ്റിലെ സ്ഥാനാർത്ഥിയെ പോലും കണ്ടെത്താൻ സാധിക്കാത്ത മാർക്സിസ്റ്റ് പാർട്ടിയെ ആര് കണക്കിലെടുക്കും? അങ്ങനെ സംഘർഷം നിറഞ്ഞ ഒരു പ്രചാരണ ദിനം അവസാനത്തോടടുക്കുമ്പോൾ DCC പ്രസിഡന്റിന്റെയും UDF ജില്ലാ കൺവീനറുടെയും മുഖത്ത് തളർച്ച. എന്നാൽ ഒരാൾക്ക് മാത്രം ഒരു കുലുക്കവുമില്ല. വയനാടും കോഴിക്കോടും നാളെ. അതെ, ഇന്ന് രാത്രി എറണാകുളത്ത് നിന്ന് ട്രെയിൻ കയറി പോകും. മുന്നിൽ നിന്ന് നയിക്കുന്ന നേതാക്കളാണ് ഏത് പോരാട്ടത്തിൻ്റെയും സൗന്ദര്യം. അത് യുദ്ധമായാലും തെരഞ്ഞെടുപ്പായാലും. ജനാധിപത്യത്തിന് മൂല്യം വർദ്ധിപ്പിക്കുന്നതും ഇത്തരം നേതാക്കൾ തന്നെയാണ്. ഉമ്മൻചാണ്ടിയെ ഏത് ഗണത്തിൽപ്പെടുത്താമെന്ന് പ്രേക്ഷകർക്ക് തീരുമാനിക്കാം. നേതാവിൻ്റെ വഴിയെ വീണ്ടും കാണാം. നമസ്കാരം.